ഹലോ, ഇത്തവണത്തെ ദിവാലി വെക്കേഷന് ഞങ്ങൾ പോയത് മൈസൂർക്കായിരുന്നു കേട്ടോ. മൈസൂർ അടുത്തുള്ള ശ്രീരംഗപട്ടണ എന്ന സ്ഥലത്താണ് ഇന്ന് നമ്മൾ പോകുന്നത്. ശ്രീരംഗപട്ടണയിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. അതിൽ തന്നെ ഒന്നായ രംഗനാത്തിട്ട് ബേർഡ് സാഞ്ചുറിയിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിയിട്ടോ. ഇതാണ് രംഗനാത്തിട്ട് ബേർഡ് സാഞ്ചുറി. ഇവിടെ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. ആ എൻട്രി ഫീ കൊടുത്ത് നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാം. സൂവിലെ പോലെ കൂടിനുള്ളിൽ കിളികളെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല കേട്ടോ. ഇതൊരു ഓപ്പൺ സ്പേസ് പോലെയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാവേരി നദി പ്രകൃതിയുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു ശാന്ത ലോകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു വശത്ത് കാവേരി നദിയാണ് കേട്ടോ. 100-ലധികം വെറൈറ്റീസ് ഓഫ് പക്ഷികൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് വിൻ്ററൊക്കെ ആകുമ്പോൾ ഇവിടെ പക്ഷികൾ ആശ്രയം തേടി എത്താറുണ്ട്. അത്ര മനോഹരമായിട്ടാണ് കേട്ടോ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മളൊരു കാടിനുള്ളിലൂടെ നടക്കുന്ന ഒരു ഫീലാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്കായി ചെറിയൊരു പാർക്ക് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ചെറിയ ഊഞ്ഞാലും അങ്ങനെ കുട്ടികൾക്ക് അത്യാവശ്യം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ അവിടെയുണ്ട്. നമ്മുടെ ഇസക്കുട്ടിയുടെ ഒരു സന്തോഷം കണ്ടില്ലേ? അവൾക്ക് ചെറിയൊരു ലോട്ടറി സന്തോഷമാണ് കേട്ടോ. എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുക. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ബോട്ടിംഗ് ആണ്. അത് കാവേരി നദി തീരത്തോടെ. നമ്മൾ പോയപ്പോൾ ബോട്ടിംഗ് ഉണ്ടായിരുന്നില്ല, കാരണം വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരുന്നു കേട്ടോ മഴയായിട്ട്. നമ്മൾ പോയെന്ന് ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒട്ടും മടുക്കാണ്ട് തന്നെ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റി കേട്ടോ. പിന്നെ ഇവിടെയുള്ള മരങ്ങളിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കിളികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ കാവേരി നദിയിലോട്ട് നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. നല്ലൊരു കാറ്റും. ഈ തീരത്തുള്ള മരത്തിൽ തന്നെ ഒരുപാട് ഇനം കിളികൾ വന്നിരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പാലങ്ങളും അരുവികളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എത്ര നേരം ഇവിടെ നിന്നാലും നമുക്ക് മടുപ്പുണ്ടാവില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.